ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടഫ് ടോക്സ്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സിജു സണ്ണിയുടെ കഥയ്ക്ക് സിജു സണ്ണി ശിവപ്രസാദ് എന്നിവർ തിരക്കഥ എഴുതി, ശിവപ്രസാദും ബിനു നാരായണും സംവിധാനം ചെയ്ത്, ടോവിനോ തോമസ് പ്രൊഡ്യൂസ് ചെയ്ത്, ബേസിൽ ജോസഫ്, ടോവിനോ തോമസ്, അനിഷ്മ, ബാബു ആന്റണി, അലക്സാണ്ടർ പ്രശാന്ത്, സുരേഷ് കൃഷ്ണ, സിജു സണ്ണി, രാജേഷ് മാധവൻ, ജോമോൻ ജ്യോതിർ, പൂജ മോഹൻരാജ്, പുളിയാനം പൗലോസ് എന്നിവർ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്ത് 2 മണിക്കൂർ 21 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ വർഷം, അതായത് 2025 ഏപ്രിൽ 10 റിലീസ് ചെയ്ത ഒരു സൂപ്പർ ഹിറ്റ് സിനിമയെ കുറിച്ചാണ്. അതെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മരണമാസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ സിനിമ തുടങ്ങുന്നത് ഇത്രയേ ഉള്ളൂ. കേരളത്തിലാണെങ്കിൽ ഒരു സീരിയൽ കില്ലർ ഇറങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരൻ പ്രായമുള്ള ആൾക്കാരെ കൊന്നിട്ട് വായിലാണെങ്കിൽ പഴം തിരികെ വെക്കും. വെറും പഴമല്ല, നൊമ്പരപ്പൂവൻ. അപ്പോൾ ഈ നൊമ്പരപ്പൂവൻ പഴം ഇങ്ങനെ വെച്ച് ചിരിക്കുന്ന ഒരു രീതിയിൽ വായൊക്കെ കീറിയിട്ട് പുറത്തൊക്കെ ബ്ലേഡൊക്കെ ഇട്ട് ഉരച്ച് നിൽക്കുന്ന ഒരു സീരിയൽ കില്ലർ. ഈ സീരിയൽ കില്ലറാണ് നമ്മുടെ രാജേഷ് മാധവൻ. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ഫേസ് കാണിച്ചിട്ട് പുള്ളിക്കാരനാണ് നമുക്ക് ഓൾറെഡി അറിയാം. ഒരു സസ്പെൻസ് എന്നുള്ള പരിപാടിയല്ല. അവിടെയാണ് ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസിൽ ജോസഫിൻ്റെ ക്യാരക്ടറിൻ്റെ പേരാണ് ലൂക്ക് പി. ലൂക്കിൻ്റെ കാമുകയായിട്ടാണ് അനിഷ്മ ചെയ്യുന്നത് ജെസ്സി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഈവൻ ഈ ഒരു ലൂക്കിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് റൂം, സ്കൂളിലെ സ്റ്റാഫ് റൂം കത്തിക്കുക, പോലീസ് സ്റ്റേഷൻ OLXൽ വിൽക്കാനുണ്ടെന്ന് പറയുക, നാട്ടുകാർക്ക് ഒരു ന്യൂസൻസ് ആണ് പുള്ളിക്കാരൻ. അപ്പോൾ ഇവനായിരിക്കും ആ ഒരു സീരിയൽ കില്ലർ എന്നുള്ള ഒരു ക്വസ്റ്റനിലാണ് ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. ആ ഒരു രീതിയിലാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നതാണ് ഒരു ബസ്. ഓക്കെ, അതായത് അവരുടെ നാട്ടിൽ തന്നെ ഓടുന്ന സിജു സണ്ണി കണ്ടക്ടറായിട്ടുള്ള, സുരേഷ് കൃഷ്ണ അതിൻ്റെ ഡ്രൈവറായിട്ടുള്ള ഒരു ബസ്. സുരേഷ് കൃഷ്ണയുടെ കല്യാണം ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ ഓൾമോസ്റ്റ് കല്യാണമൊക്കെ ഓൾമോസ്റ്റ് സെറ്റായിട്ടിരിപ്പുണ്ട്. ഡിസംബർ 16 പുള്ളിക്കാരൻ്റെ കല്യാണം. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫിയാൻസി ആയിട്ടാണ് നാഗചേച്ചി വരുന്നത്. നാഗചേച്ചിയുടെ ഫിസിക്കൽ പ്രസൻസ് നമുക്ക് ഈ ഒരു സിനിമയിൽ ഉണ്ടാവില്ല, പക്ഷേ ത്രൂ സൗണ്ട് പുള്ളിക്കാരുടെ സംസാരത്തിലൂടെ നമുക്ക് ആ ഒരു പുള്ളിക്കാരുടെ പ്രസൻസ് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ആ ഒരു രീതിയിലാണ് ഈ ഒരു സിനിമ പോകുന്നത്. ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന പല പല കാര്യങ്ങൾ, അതിൻ്റെ ഇടയിൽ ചെറിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. അതെന്താണെന്നുള്ള ഫുൾ ഡീറ്റെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സിനിമ കണ്ട ആവശ്യം വരില്ല. അപ്പോൾ അതൊന്നും പറയുന്നില്ല. ഒരു വളരെ ചെറിയൊരു പ്ലോട്ട്, ആ ഒരു പ്ലോട്ടിനെ ഒരു ഡാർക്ക് ഹ്യൂമർ, ഒരു ടച്ച് കൊടുത്തിട്ടാണ് അവർ ട്രീറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു സിനിമേനെ. ഇത് സിജു സണ്ണിയുടെ ഒരു ഐഡിയയിൽ നിന്ന് ഉൾത്തിരിഞ്ഞ് വന്ന ഒരു സിനിമയാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ചെറിയ സോഷ്യൽ മീഡിയ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, വീഡിയോസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടൈപ്പാണ് ഈ ഒരു സിനിമ. ഇത് നമ്മൾ നോർമലി കാണുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു മൂവി എന്ന് വിളിക്കാൻ പറ്റില്ല. കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്ന മാതിരി കുറച്ച് ഓവർ ദ ടോപ്പ് എന്നൊക്കെ പറയുന്ന കുറച്ച് ക്യാരക്ടേഴ്സും കുറച്ച് സിറ്റുവേഷൻസിനെയൊക്കെ വളരെ ഒരു ഡിഫറെൻ്റ് ഒരു ഫ്ലേവറിൽ തന്നെ പാക്ക് ചെയ്തിട്ട് കൊണ്ടുവന്ന ഒരു സിനിമയാണിത്. ഈ സിനിമയുടെ പോസിറ്റീവ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കഥ എന്ന് പറയുന്ന വലിയൊരു സംഭവം അല്ലെങ്കിലും പക്ഷെ അത് എടുത്തു വെച്ചേക്കുന്ന രീതി ഗംഭീരമാണ്. അതുപോലെ തന്നെ കുറച്ച് സർപ്രൈസിങ് എലമെൻറ്റ്സ്, കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു സിനിമയിൽ കൊണ്ടുവന്നത്. വളരെ ചെറിയൊരു കഥ അതിനെ വലിച്ചു നീട്ടി കുളവാക്കാതെ വളരെ ക്യൂട്ടാക്കി, വളരെ എൻജോയബിൾ ആയിട്ട് ഒരു പ്രാവശ്യം പോലും എനിക്കതൊരു ബോറടി ആയിട്ട് തോന്നിയിട്ടില്ല. ഒരു ലാഗ് അങ്ങനെയുള്ള ഒരു കാര്യം തോന്നിയിട്ടില്ല. ഇനി എന്ത് സംഭവിക്കും എന്നുള്ളൊരു ആകാംക്ഷ അവർക്ക് നിലനിർത്താൻ പറ്റി എന്നുള്ളതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഇതിൽ അഭിനയിച്ചേക്കുന്ന എല്ലാവരും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ ക്യാരക്ടേഴ്സ് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതൊരു കറക്റ്റായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും, ഇതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും, ഒരു പട്ടിയുണ്ട് കേട്ടോ, ഒരു ക്യാരക്ടറായിട്ട് വരും. ആ പട്ടി ഉൾപ്പെടെ എല്ലാവരും ഗംഭീരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് ബിലീവബിൾ ആയിട്ട് തോന്നും. ഇതൊരു സ്ഥലത്ത് നടക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്കൊരു മേക്ക് ബിലീഫ് നന്നായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. ഇതിൻ്റെ സിനിമാറ്റോഗ്രഫിയൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഫ്രെയിംസ് ഒക്കെ നല്ല രസമാണ്. ഒരു വിഷ്വലി ഭയങ്കര രസമായിട്ടുള്ള, ഭയങ്കര കളർഫുൾ അല്ല എന്നാലും കുറച്ചൊരു വൈബ്രൻ്റ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള കുറേ കളർ പാലറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ നല്ല വിഷ്വൽസ് ഉള്ള ഒരു സിനിമയാണിത്. ഇതിൻ്റെ മ്യൂസിക്കൊക്കെ തന്നെ ഒരുവിധം നന്നായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. ചിലയിടത്തൊന്നും എനിക്ക് അത്ര രസമായിട്ട് തോന്നിയിട്ടില്ല, പക്ഷെ ചിലയിടത്ത് നന്നായിട്ട് വന്നിട്ടുമുണ്ട്. ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ഹ്യൂമർ, ഒരു ടച്ചാണ് അവർ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ സിറ്റുവേഷന് വരേണ്ട മേ ബി ലൈക്ക് ഒരു ഓപ്പോസിറ്റ് ഒരു മ്യൂസിക് ആയിരിക്കും നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ചില സമയം നമുക്ക് ഇത് ഒരു ബന്ധമില്ലെന്ന് തോന്നും. നമ്മുടെ അലുവ മത്തിക്കറി എന്നൊക്കെ പറയുന്ന പോലെ അമ്മാതിരി കോമ്പിനേഷനിലായിരിക്കും വരുന്നത്. സീൻ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷെ അതിന് വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു ബന്ധമില്ലാതെ ആ ഒരു സിറ്റുവേഷനെ മോക്ക് ചെയ്യുന്ന മാതിരിയുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെയാണ് ചിലയിടത്തൊക്കെ വരുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ അവർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമുക്ക് ആ ഒരു രീതിയിൽ നമുക്കത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ച് വെച്ചേക്കുന്നത്. ഡയറക്ടറാണെങ്കിലും ഇവർ എല്ലാവരും ആ ഒരു കാര്യം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. കുറച്ചധികം ക്രിഞ്ചും കുറച്ചധികം ഇപ്പോഴത്തെ പുതിയ ജെൻസി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ പുതിയ ഒരു സ്റ്റൈൽ ഓഫ് ഒരു സംസാരമുള്ള 2-3 ആൾക്കാർ, പിന്നെ കുറച്ച് ഓൾഡ് ഫാഷനായിട്ടുള്ള കുറച്ച് ആൾക്കാർ, കുറേ ആൾക്കാരുടെ സ്വഭാവത്തിൻ്റെ വ്യത്യാസം, ഇതിലെ ചില ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും
നല്ല പ്രായമുള്ള ഒരാൾക്ക് ചെറിയൊരാളുടെ വളരെ കൊച്ചിനൊക്കെ നമ്മൾ ഇടുന്ന ടൈപ്പ് ഓഫ് പേരൊക്കെയാണ് ഇതിൻ്റെ അത് ചിലർക്കൊക്കെ വന്നേക്കുന്നത്. എന്നാൽ കുറച്ച് എന്താ പറയുക കുട്ടിയായിട്ടുള്ള ആൾക്കാർ കുറച്ച് വലിയവരുടെ പേര്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഈ ഒരു മിക്സ് ഓഫ് എന്താ പറയുക സാധനങ്ങൾ, അത് മ്യൂസിക് ആണെങ്കിലും ശരി, ഡയലോഗ് ആണെങ്കിലും ശരി, ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും ശരി, ഇതെല്ലാം അവർ മിക്സ് ചെയ്തിട്ട് വേറൊരു രീതിയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കൈൻഡ് ഓഫ് ഒരു മൂവി അവർ പ്രസൻറ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊരു സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ള ഒരുപാട് ഭയങ്കര ഒരു ഡാർക്ക് ഹ്യൂമർ കൈൻഡ് ഓഫ് മൂവിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവരൊരു ഫ്ലേവർ ഇട്ടിട്ടുണ്ട്. ആ ഒരു ഫ്ലേവർ ഈ സിനിമയിൽ എന്തായാലും ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കരമായിട്ട് അത് തന്നെയാണ് ഈ ഒരു സിനിമ എന്ന് ഞാൻ പറയില്ല. അത് ജസ്റ്റ് അതിൻ്റെ ഒരു സ്പൈസ് എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് വിതറിയിട്ട് പോയിട്ടേ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് മനസ്സിലാവും ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതായത് ഇപ്പം എന്താ പറയുക, അമ്പലക്കുളത്തിൽ എന്തോ മീൻ പിടിക്കാനായിട്ട് എന്തോ കുടലെടുത്തിട്ടെന്നോ കോഴിയുടെ കുടലെടുത്തിട്ടു നമ്മുടെ ബേസിൽ ജോസഫ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാർക്ക് അവിടെ ഇവിടെയൊക്കെ ഓരോ കുത്തൊക്കെ കൊടുത്ത് ചെറിയ ഡാർക്ക് ഹ്യൂമർ പരിപാടിയൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. പക്ഷെ അത് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അവർ കഥയിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പാരലലി ചെറിയ സാധനങ്ങൾ അവിടെ ഇട്ട് പോകുന്നു എന്ന് മാത്രം. ഈ സിനിമ സോണി ലിവിലാണ് വന്നിട്ടുള്ളത്. അതായത് 15/5/2025 ഈ ഒരു സിനിമ റിലീസ് ചെയ്തത് സോണി ലിവിൽ. ഞാനിപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് മൂവി. ഗംഭീര പടം എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരിക്കലും മോശം പടം എന്ന് പറയാനുള്ള ഒരു കാര്യങ്ങളും ഈ സിനിമയിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. എൻ്റർടൈൻഡ് ആയിരിക്കും നമ്മൾ ഈ സിനിമ കണ്ട് തുടങ്ങി തീരുന്നത് വരെ. അതിൻ്റെ ഇടയിൽ ലാഗ് എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും തോന്നിയില്ല. ചില സീൻസൊക്കെ കുറച്ചധികം ക്രിഞ്ചും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി ഇവരൊരു ബേസിൽ ജോസഫിൻ്റെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ സാധനങ്ങളൊക്കെ എഴുതി വയ്ക്കുക. അതായത് എന്താ സാഡ്നെസ് സ്റ്റാർ, ബാലൻസിങ് സ്റ്റാർ, പിന്നെ അങ്ങനെ എന്തൊക്കെയോ 2-3 സ്ഥലത്ത് അതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നുന്നു. അതൊക്കെ നമ്മുടെ ഒരു മൂവി സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു സാധനം എഴുതി കാണിക്കുന്നുണ്ട്. അതെനിക്ക് ഓർമ്മയില്ല എന്തോന്നുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പം പറഞ്ഞ പോലെ ബാലൻസിങ് സ്റ്റാർ, സാഡ് സ്റ്റാറോ അങ്ങനെ എന്തോ ഒരു സാധനം, പിന്നെ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് ഓവറായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുമാതിരി തന്നെ ജോമോൻ ജോത്തർ, അതുമാതിരി തന്നെ പൂജയുടെയൊക്കെ ഒരു ക്യാരക്ടറിൻ്റെ കുറച്ച് സാധനങ്ങൾ തമാശയുണ്ട് ഈ സിനിമയിൽ. നല്ല രീതിയിൽ ഒരു ഫണ്ണി ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ പോകുന്നത്. അതിൻ്റെ കുറച്ചൊരു മെയിൻ പ്ലോട്ട് ഉണ്ടെങ്കിലും അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ചെറിയ പ്ലോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. അതെല്ലാം അങ്ങോട്ടും ക്രിസ് ക്രോസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് എന്ത് സംഭവിക്കും എന്ന് തോന്നുന്നു, എന്ത് സംഭവിക്കും, നമുക്കിനി എന്താ സംഭവിക്കാമെന്നൊരു പ്രഡിക്ഷനും കിട്ടാതെ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ എൻഡ് ആകുമ്പോഴത്തേനും ഒരു സംഭവം വരുന്നുണ്ട്. അവിടെ വെച്ച് ഒരു സാധനം കൂടി അവർ പറയുന്നുണ്ട്. എൻഡ് കഴിഞ്ഞിട്ടൊരു സാധനം, അത് കഴിഞ്ഞിട്ട് ഒരു ന്യൂസിൻ്റെ ഒരു സാധനമൊക്കെ വെക്കുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി അതിങ്ങനെ കറങ്ങി വരുന്നു എന്ന് പറയില്ലേ. അപ്പം അങ്ങനെ ഒരു ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതായത് ചില സിനിമ ഇപ്പം എനിക്ക് പറയണമെന്നില്ല, എന്നാൽ പോലും ചില ക്യാരക്ടേഴ്സ് നമ്മൾ കാണുമ്പോൾ, ചില ആർട്ടിസ്റ്റിനെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും ഇന്നയാൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നതായിരിക്കും അതിൻ്റെ കാരണം, അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടർ ആണെങ്കിൽ അത് അവസാനം ചിലപ്പോൾ വില്ലനായിട്ട് മാറും, അല്ലെങ്കിൽ ഇന്ന ആൾ വന്നു കഴിഞ്ഞാൽ ഇന്ന രീതിയിലായിരിക്കും പോവുക എന്നുള്ള ഒരു സാധനം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രിഡിക്റ്റബിൾ എലമെൻറ്റ് ഇതിൻ്റെ അകത്തുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ആരെക്കുറിച്ചാണ് ഉദ്ദേശിച്ചത് എന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഒന്നിനൊരു സാധനം വന്നുകൊണ്ട് നമുക്ക് പ്രിഡിക്റ്റബിൾ ആയിരുന്നു. ചെറിയ ഒരു പോർഷൻ, ജസ്റ്റ് എ സിമ്പിൾ പോർഷൻ എന്തായിരിക്കും എന്നുള്ളൊരു ഐഡിയ കിട്ടി. ബാക്കിയൊന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാതെ എവിടെ ചെന്ന് തീരുമെന്നൊന്നും ഒരു ഐഡിയ കിട്ടാതെ വളരെ രസമായിട്ട് ക്യൂട്ടായിട്ട് സന്തോഷമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ എന്നാൽ കുറച്ച് ഡാർക്ക് ഹ്യൂമർ പരിപാടിയൊക്കെ വെച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമയാണ് മരണമാസം. അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 10-ന് എത്ര റേറ്റിംഗ് കൊടുക്കും എന്നും കൂടി താഴെ ഇടുക. അതായത് ഈ സിനിമ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ സിനിമ കാണാനോ കാണാതിരിക്കാനോ മേ ബി നിങ്ങളുടെ കമൻറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ റേറ്റിംഗ് ഔട്ട് ഓഫ് 10 ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൻറ്റിൽ ദെൻ ബൈ.